ഹായ്, ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അതായത് ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. പുതിയ ലൈഫ് മീൻസ് ഊബർ ഓടുകയാണ് ഇവിടെ. ഊബറിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ ആയിട്ട് കാണുന്നുണ്ട് ഊബറിൻ്റെ വേക്കൻസികളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നപ്പം ജസ്റ്റ് ബാംഗ്ലൂർക്ക് വന്ന് ബാംഗ്ലൂരിൽ ഊബറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ദിവസം. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ട് ഒരു ഫ്ലീറ്റിൽ പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി. ഒരുപാട് ആൾക്കാരെ വിളിച്ച് അന്വേഷിച്ചും ഒരുപാട് ഫ്ലൈറ്റുകളിൽ ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഫ്ലൈറ്റ് ഞാൻ സജസ്റ്റ് ചെയ്തത്, ഫിൽട്ടർ ചെയ്തെടുത്താണ്. അപ്പം അങ്ങനെ ഇന്നലെ രാവിലെ അവിടെ എത്തി. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ ചെയ്ത് അവർ ഇന്നലെ തന്നെ സ്പോട്ടിൽ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നു. കുഴപ്പമില്ല, നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ 8 മണിക്ക്, ഞാൻ ഒരു പുലർച്ചയൊക്കെ 4 മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഭയങ്കര ടയേർഡായിപ്പോയി ട്രാവലും കാര്യങ്ങളൊക്കെ ആയപ്പം. അപ്പം കിടന്നുറങ്ങി. ഇന്ന് മോർണിംഗിലൊരു 4 മണിക്കാണ് എണീറ്റത്. അല്ല, 4 മണിക്ക് 8 മണിക്കാണ് ഞാൻ ഇറങ്ങിയത്, ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി. അതിന് എനിക്ക് 520 രൂപയാണ് അതിന് കിട്ടിയത്. പിന്നെ ഇപ്പോൾ അതൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 660 രൂപ അതിനും കിട്ടിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് കാര്യങ്ങളുള്ളതൊക്കെ നോക്കണം. അതിനനുസരിച്ച് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനിയിപ്പം അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഏരിയയിൽ നിന്ന് ഓർഡർ കുറച്ച് മോശമാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഊബറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രൈവേഴ്സൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായിട്ടുള്ള ബാംഗ്ലൂർ ഊബർ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ഉപകാരം ഉണ്ടായിരിക്കും. കാരണം എൻ്റെ റിവ്യൂ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഡ്രൈവേഴ്സ് ഇവിടെ ഊബർ ഓടാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നല്ല രീതിക്ക് ഓടിയ എൻ്റെ ഫ്രണ്ടൊക്കെ 2-3 മാസമായിട്ട് ഓടുന്നുണ്ട്. അപ്പം അവരുടെ റിവ്യൂ അനുസരിച്ച് ഞാൻ വരുന്നത്. അവരെ കണക്ക് പ്രകാരം അവർ പ്രൂഫ് സഹിതം കാണിച്ചു തന്ന പ്രകാരം അവർക്ക് തന്നെ ഒരു വീക്കിൽ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് 2000 രൂപ കുറഞ്ഞത് അവർക്ക് സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ട്, എല്ലാ ചിലവും കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മളൊരു 10-12 മണിക്കൂറിന് മേലെ ഓടണം, മെനക്കെട്ട് ഓടണം. മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 24 അവർ, അതായത് വണ്ടി എൻ്റെ അടുത്ത് 24 അവർ ഉണ്ടാവും. ഞാൻ കമ്പനിക്ക് റെൻറ്റും കാര്യങ്ങളും കൊടുത്താൽ മാത്രം മതി. അതും വളരെ കുറവാണ്. അതായത് 120 ട്രിപ്പ് നമ്മളൊരാഴ്ച ഒരു വീക്കിൽ നമ്മൾ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ വരുന്നത് 200 രൂപ, 300 രൂപ എനിക്ക് എൻ്റെ ഫ്ലൈറ്റിൽ വരുന്നുള്ളൂ. അത് ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് അങ്ങോട്ടും അനുസരിച്ച് മാറും. ഒരു 500 രൂപേൻ്റെ ഒരു ഓർഡർ വരുന്നു. ശരി, ബാക്കി തുടർന്ന് ആ ട്രിപ്പ് ഒഴിവാക്കി ഗൈസ്. അത് കുറച്ച്, അതായത് ഞാൻ വന്നത് ഹൊസ്കോട്ടിൽ നിന്നാണ്. ഹൊസ്കോട്ടിലേക്കാണ് എനിക്ക് ഫസ്റ്റ് യലഹങ്കയിൽ നിന്ന് ഹൊസ്കോട്ടിലേക്കൊരു ഓട്ടം കിട്ടി. അതായത് ഹൊസ്കോട്ടിൽ നിന്ന് എനിക്ക് തിരിച്ചിങ്ങോട്ട് ബാംഗ്ലൂർക്ക്. ഞാൻ ഇപ്പം നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. എന്തായാലും ബാംഗ്ലൂർ സെൻട്രലാണ്, ശിവാജി നഗറിൻ്റെ ഒക്കെ ഏരിയയിലായിട്ടാണ്. അപ്പം ഈ സൈഡിൽ നിന്ന് എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും തിരിച്ച് ട്രിപ്പ് കിട്ടിയത് എനിക്ക് ഈ ഹൊസ്കോട്ട് ഭാഗത്തേക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. എൻ്റെ റൂമിൻ്റെ സൈഡിലേക്ക് എനിക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ അക്സെപ്റ്റ് റേറ്റ് വേണം, നമുക്ക് ട്രിപ്പ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം കൂടുതലായിട്ട്. അപ്പം എന്നാലേ നമുക്ക് അതിനുള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇടാം. വരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. കാരണം അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഞാൻ അത്രയും നടന്ന് കഷ്ടപ്പെട്ട്, കാരണം നമുക്ക് ഓടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഫ്ലൈറ്റാണ്. വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല. വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെ തന്നെയാണുള്ളത്. എല്ലാ കാര്യങ്ങളും സർവീസ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരും. എല്ലാ കാര്യങ്ങളും മാക്സിമം 1000 രൂപേൻ്റെ താഴെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. അവരെ കാര്യങ്ങളായിട്ട് സർവീസും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ iPhone 8 വരരുത്. ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്തായാലും വേണം. കാരണം ഇപ്പം ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യണത്.
ഒന്നുമില്ല, ഈ 2 ട്രിപ്പ് ഞാൻ ഫുൾ ചാർജ് ആക്കിയതാണ്. ഈ 2 ട്രിപ്പ് ഞാൻ ഓടിപ്പോത്തിന് തന്നെ ഇപ്പം 38% ചാർജുള്ളൂ. ഇനിയിപ്പം ഇതിൽ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല. ഇനി അതൊക്കെ മേടിക്കണം, ആവണം, ഒക്കെ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, മാപ്പും ചില സമയത്ത് നമ്മളെ ചതിക്കുന്നുണ്ട്. മാപ്പ് കറക്റ്റ് അല്ല വരുന്നത് ഐഫോണിൽ. അപ്പോൾ കഴിയണതും അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓടുന്നവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ബാക്കി എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഞാൻ എൻ്റെ മറുപടി കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഓട്ടത്തിൻ്റെ ഇടയിൽ സൈഡാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് നേരെ ഇനിയിപ്പോൾ ഉച്ച സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം കാര്യങ്ങളൊക്കെ കുറവാണ്ടാവുക. പീക്ക് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഊബറിൽ. രാവിലെ 4 മണി മുതൽ ഒരു 10 മണി വരെ മാക്സിമം, അതാണൊരു പീക്ക് ടൈമിൻ്റെ കണക്ക്. പിന്നെ വൈകിട്ട് അതേപോലെ തന്നെ ഒരു 4 മണിക്ക് ശേഷം ഒരു 8, രാത്രി ഒരു 8 മണി വരെ 9 മണി വരെ ഒക്കെയാണ് അതിൻ്റെ ഒരു കണക്കുള്ളത്. അപ്പം അത് മാക്സിമം നമുക്ക് വലിയ വലിയ ഓർഡറുകളും വലിയ വലിയ എമൗണ്ടിൻ്റെ ഒക്കെ കിട്ടിയാലും നമുക്ക് കൂടുതൽ ഓടേണ്ടത് ട്രിപ്പുകളാണ്. കൂടുതൽ ട്രിപ്പുകൾ എടുത്താലേ നമുക്ക് റെൻറ്റ് കുറഞ്ഞ് കിട്ടുള്ളൂ. അപ്പം മാക്സിമം ട്രിപ്പും കാര്യങ്ങളും എടുക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് എന്തായാലും ഊബറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഇങ്ങനെ കാണാം. എല്ലാവരും കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പം ഇനിയിപ്പം അടുത്ത ട്രിപ്പ് എടുക്കണം. ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോകാൻ. ഫോണും ചാർജ് ചെയ്യണം. അതിൻ്റെ ഗ്യാപ്പിൽ വേണം എനിക്ക് ഫോണിൻ്റെ ഹോൾഡറോ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇനിയിപ്പം ചാർജർ ഹോൾഡറും വാങ്ങണം. ഈ 2 പരിപാടികളുണ്ട്. അത് ചെയ്തിട്ട് മെല്ലെ ഓർഡർ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ. ബാംഗ്ലൂർ വണ്ടി ഓടിക്കുമ്പം ആകെ വേണ്ടത് ക്ഷമയാണ്. ഇതിപ്പോൾ ബ്ലോക്കാണ്. എനിക്ക് 250 മീറ്റർ ഡിസ്റ്റൻസ് എന്നൊരു ആളെടുക്കാനുള്ളൂ. ആ 250 മീറ്റർ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ്. ചെറിയ ട്രിപ്പാണ്, ഒരു 72 രൂപേൻ്റെ ചെറിയ ട്രിപ്പ്. കാരണം നമുക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ട്രിപ്പുകൾ എടുത്തിട്ട് മാക്സിമം നമ്മളെ ട്രിപ്പുകൾ നമുക്ക് ആക്കണം. എന്നാലേ നമുക്ക് റെൻറ്റ് കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് എടുത്തിട്ട് ഗസ്റ്റിൻ്റെ അടുത്തെത്തി ട്രിപ്പ് എടുത്തതിന് ശേഷം കാണാം. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ ട്രിപ്പായിരുന്നു. അതായത് 1 കിലോമീറ്റർ ഉള്ളായിരുന്നു. 72 രൂപ. അതവർ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സ്ഥലം MG റോഡ് സൈഡ് ഇവിടെ ആണ്, കറക്റ്റ് അറിയില്ല. അപ്പം ഇനി മനസ്സിലാക്കി പഠിച്ച് വരണം. MG റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ വരണം. അതിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ അടിക്കണം. പെട്രോൾ ഇല്ലെങ്കിൽ CNG വണ്ടി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് പെട്രോൾ നിർബന്ധം. അപ്പോൾ പെട്രോൾ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. പെട്രോൾ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. പിന്നെ അത് CNGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. അതുകൊണ്ട് ഇനിയിപ്പം അടുത്ത പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി. അപ്പം സ്റ്റോറേജ് ക്ലിയർ ആക്കി. ഓർഡർ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഓർഡർ അടിക്കണം. അപ്പം ഫോണിൽ ചാർജും ഇല്ല. അപ്പം നമുക്ക് ചാർജൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ കണ്ടിന്യൂസ് ചെയ്യാം. ഓക്കെ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ആർക്കെങ്കിലുമൊക്കെ ഊബറായിട്ട് ഓടണമെന്ന് താല്പര്യം, അടുത്ത ഓർഡർ വരുന്നുണ്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ആരാന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ചെയ്യുക. എൻ്റെ എന്താ പറയുക, കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആരായാലും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. വീഡിയോ കട്ടാക്കിയ പാടന്നെ എനിക്കൊരു ഓർഡർ കിട്ടി. ജസ്റ്റ് ഇവിടെ ഒരു 260 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു പിക്കപ്പാണ്. അപ്പോൾ അത് 115 രൂപയാണ് കാണിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് എടുത്തതിന് ശേഷം കാണാം. ആ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടോ. സംഗതി അതൊരു 13 കിലോമീറ്റർ ഉള്ളതിനും, പക്ഷെ അതിന് 25 മിനിറ്റ് എടുക്കേണ്ടി വന്നു. നല്ല ബ്ലോക്ക്, കട്ട പോസ്റ്റ്, മടുപ്പ് കുടുങ്ങിയ പോലെ ആയി. ഒരു 123 രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ്. അത് കസ്റ്റമർ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് ചെറിയൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ആ പേയ്മെൻറ്റിൻ്റെ കേസ് എന്നുള്ളത്. എനിക്കുണ്ട് ഇപ്പം ഈ 2 തവണ ആയിട്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത്. അത് ഊബർ ഗോ എന്നുള്ള ഒരു ഇതാണ് കാണിക്കാൻ തോന്നുന്നുണ്ട്. മറ്റേത് ക്യാഷ് പേയ്മെൻറ്റ്, ഊബർ ക്യാഷ് എന്നോ അങ്ങനെ എന്തോ കാണിക്കാം.
അപ്പം എന്തായാലും എനിക്കറിയാത്ത നിങ്ങളും പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാത്ത എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയാത്തത് ഞാൻ ആരെങ്കിലും അടുത്തുനിന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എനിക്ക് കഴിയും. അപ്പം ഇനി ഇപ്പോഴും പെട്രോൾ പമ്പ് കയറാൻ പറ്റിയിട്ടില്ല, പെട്രോൾ പമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഞാൻ പെട്രോൾ പമ്പൊക്കെ ഒന്ന് തപ്പിപ്പോട്ടെ. ഫോണിലും ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓക്കെ, ഇപ്പം ഞാൻ നമ്മളെ റൂമിൻ്റെ ലൊക്കേഷനാണ് ഞാൻ പെട്ടത്. അത് നമുക്ക് അതിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ റൂമിൻ്റെ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇട്ടാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ലൊക്കേഷൻ ഇട്ടാൽ ആ ഏരിയയിലേക്കുള്ള ഓർഡറുകൾ നമുക്ക് വരും, ട്രിപ്പ്. അപ്പോൾ ആ ട്രിപ്പ് കൊടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. കള്ളപ്പന്നി AC ഇട്ടിട്ട് മറ്റേ ഗ്ലാസ് തുറന്നിടല്. അയ്യോ 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 കൂട്ടി. അപ്പം അങ്ങനെ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടാണ്. അപ്പോൾ അവിടെ പോയി റൂമിൽ പോകണം. റൂമിൽ പോയതിൽ ഫോണും ചാർജ് ആക്കണം, ഭക്ഷണം കഴിക്കണം, ഫ്രഷപ്പ് ആവണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഫോണിൻ്റെ ഒരു ചാർജർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നാളെ മുതൽ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നാളെ മുതൽ ഞാൻ അതൊക്കെ വാങ്ങി സെറ്റപ്പ് ആക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഓർഡറൊന്നും വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ കറക്റ്റ് MG റോട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ ഒരു ട്രിപ്പ് ഇതുവരെ വന്നിട്ടില്ല നമ്മളെ റൂമിൻ്റെ അങ്ങോട്ടുള്ള കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുക. പെട്രോൾ പമ്പിൽ നിർബന്ധമായിട്ട് പോകണം, അടിച്ചിട്ട് എന്തെങ്കിലും കുടുങ്ങും. പിന്നെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്. അപ്പോൾ അതും കഴിക്കണം, അപ്പോഴത്തേനും ഏതെങ്കിലുമൊക്കെ അടിക്കുമായിരിക്കും, നോക്കാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കൺസെപ്റ്റ് ആട്ടോ, പലർക്കും പല രീതിയിലാണ്. പക്ഷേ യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവും ചെയ്യും. വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ വണ്ടി കിട്ടുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കുറച്ചൊന്ന് സെറ്റപ്പ് ആക്കാം, ഒന്ന് അടിപൊളിയാക്കാം, വണ്ടിയിൽ പാട്ട് സെറ്റൊന്നും ഇല്ലെങ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ ഭയങ്കര മണ്ടത്തരാണ്. നമുക്ക് സ്മെല്ലിന് വേണമെങ്കിൽ താൽക്കാലികമായിട്ടൊരു പെർഫ്യൂമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോണ സമയത്ത് നമ്മൾ ഈ വണ്ടി യാർഡ് കൊണ്ടുപോയിട്ട് കൊടുക്കണം. പിന്നെ അടുത്തത് ഈ വണ്ടി വേറെ ആൾക്കാർ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വേറെ വണ്ടിയാണ് അവർ തരിക. വേറെ വണ്ടി അവർ തന്നിട്ട് അത് എങ്ങനത്തെ വണ്ടിയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ സെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്കതിൽ ഭയങ്കര ബോറിംഗ് ഉണ്ട്. തൽക്കാലം നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഇൻട്രസ്റ്റ്, ഞാൻ അതിൽ പെട്ട ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതാക്കുക. എല്ലാത്തിലും കുറേ അലങ്കരിച്ച് അതാക്കി അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാണ്. ഒരു കാറിൽ നിന്ന് മറ്റേ കാറൊക്കെ എടുത്ത് വെച്ച് അത് ചിലപ്പം വൺ ടൈം യൂസിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വരുന്നവർക്കൊക്കെ വരാട്ടോ, ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും ബാംഗ്ലൂർക്ക് വരാം, ഈ ജോലി ചെയ്യുക. ഇത് നല്ല ഏണിങ്സും കാര്യങ്ങളും നല്ല വരുമാനം കിട്ടുന്ന ജോബാണ്. ഈ നെഗറ്റീവ് ആളുകളുണ്ടാവും. എനിക്ക് ഒരു ഓർഡർ വരുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വരാം. ഓർഡർ എടുത്തിട്ടുണ്ട്, പോവാണ്. അങ്ങോട്ട് പോയിക്കൊണ്ട് 200 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഒരു 270 രൂപേൻ്റെ ട്രിപ്പാണ്. അത് എങ്ങോട്ടാണ് എന്താണ് എത്രത്തോളം കിട്ടുന്നൊന്നും എനിക്കറിയില്ല. കാരണം 11% ഫോണിൽ ചാർജ്. ആ 11% എനിക്ക് അവിടെ എത്താൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ പോണ വഴിക്ക് ഏതെങ്കിലും മൊബൈൽ ഷോപ്പ് കിട്ടിയാൽ ഞാൻ അവിടുന്ന് സാധനം കസ്റ്റമറോട് നല്ല ഒരു മലയാളി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഇന്ന് നമ്മളെ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു 400 സംതിങ്ങിൻ്റെ ബുക്കിങ്ങും ഇല്ല, റൈഡും കൂടി കഴിഞ്ഞിട്ടുണ്ട്. 400 സംതിങ്. അതും ആള് ഓൺലൈനാണ് ചെയ്തത്, ബിസിനസ് റൈഡാണ്. അപ്പം അതങ്ങനെ ഓൺലൈനിൽ പോകും. പിന്നെ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാക്കാം ബാക്കി. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം ഇനി വല്ലതും കഴിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, എന്താണ് കിട്ടുകയെന്നറിയില്ല, എന്നാലും പോയോക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആര് ഊബർ ഓടിക്കാൻ വരികയാണെങ്കിലും പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം, മെനക്കെടണം. ഇപ്പം ഞാനിപ്പം 6 ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. 2000 രൂപേൻ്റെത് ഓടി. അതായത് നമ്മളെ ഊബറിൻ്റെ ചാർജ് അടക്കം, ഊബറിൻ്റെ കമ്മീഷന് കുറച്ചിട്ട്, വാടക ഒന്നും കുറയ്ക്കില്ല കേട്ടോ. അതിൽ വാടകക്ക് ഇൻക്ലൂഡ് ആയിട്ട് തന്നെ 2000 രൂപ
2000 രൂപ, കറക്റ്റ് 2000 രൂപയ്ക്ക് ഞാനിപ്പോൾ ഓടി. ഇപ്പോൾ 3:45 സമയം, ഈവനിങ്. ഇനിയും ഓടാൻ ഒരുപാട് സമയമുണ്ട്. ഓടാനുള്ള CNG വണ്ടിയിലുണ്ട്. അപ്പം ഞാനിന്ന് ടാർഗറ്റ് വെച്ചിക്കണ്. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും കഴിച്ചിട്ടാക്കാൻ ബാക്കി. ചാർജർ വാങ്ങിയത് ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്രയും വൃത്തിയായിട്ടൊരു ചാർജർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഒരു ഊമ്പലും കഞ്ഞിയുമായി പോയി എന്ന് പറഞ്ഞ പോലെ വൃത്തിയായിട്ടൊരു ചാർജ് കയറുന്നില്ല. അപ്പം ആ സമയത്ത് ഞാൻ ചാർജർ വാങ്ങിയിട്ട് ചാർജിന് കുത്തിയിട്ടിട്ട് ഈ നേരം വരെ ആയിട്ട് എൻ്റെ ചാർജ് കയറിയിട്ടില്ല. ഞാൻ സാധാരണ ഇവിടുന്ന് എഗ് റൈസാണ് കഴിക്കല്. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എഗ് റൈസാണ് കഴിക്കുക. ഇതാണ് നമ്മളെ വണ്ടി ഇല്ല. അപ്പം എഗ് റൈസ് ഇവിടുന്ന് ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ കട കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇനിയിപ്പം റൂമിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് തന്നെ പോവാം. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഗുദാമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ലോക്കാവും. തിരിച്ചെത്താൻ ഭയങ്കര നമ്മുടെ സ്റ്റോറേജ് ഭയങ്കരമായിട്ട് ഫുള്ളാവുന്നുണ്ട്. ഇപ്പോഴും സ്റ്റോറേജ് ഫുള്ളായി. അപ്പം ഞാനിനിയിപ്പം സ്റ്റോറേജ് ഇനി റെഡിയാക്കണം. റൂമിൽ പോയിട്ട് വേണം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ വേറെ ഏതെങ്കിലും ഗുദാമുക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് റൂമിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളെ റൂമിൻ്റെ സൈഡിൽ തന്നെ എപ്പോഴും ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങനെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്തത് ഇട്ട് നോക്കാം. ഓക്കെ, ആണ് നമ്മൾ എഗ് റൈസ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വാങ്ങൽ. ഇതൊരു അഫോർഡബിൾ റേറ്റിന് ഇത് കിട്ടും, വയറ് നിറയും ചെയ്യും. അപ്പോൾ ഇതങ്ങോട്ട് കഴിക്കും. ഞാൻ ഇത് കഴിച്ചിട്ട് അവിടുന്ന് വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നേരെ അടുത്ത ലൊക്കേഷൻ ഇടാം. ഞാനിപ്പോൾ ഈ ലൊക്കേഷനിൽ ഈ ട്രിപ്പ് എൻഡ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഓർഡർ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ അത് ആ സമയത്ത് ഞാൻ എടുത്തില്ല. ഓൾറെഡി നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫോണൊന്ന് ചാർജിലിട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ലൊക്കേഷൻ ഒന്ന് ഇട്ട് നോക്കാം. ഇവിടുന്ന് ഓർഡർ അടിക്കുമോ എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഓർഡർ അടിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്നാലും നോക്കാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വീണ്ടും ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെങ്ങനെ ആയാലും ഇവിടെ ഊബർ ഓടാൻ വരികയാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ അത്രയും മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. കഷ്ടപ്പെടണം, നന്നായിട്ട് കഷ്ടപ്പെടണം. എന്നാൽ അതിനുള്ള റിസൾട്ട് നന്നായിട്ടുണ്ടാവും. ചെറുതൊന്നല്ല, വലുതായിട്ടുണ്ടാവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വരിക. ഓക്കെ, നമ്മളെ സ്റ്റോറേജൊക്കെ ഫുള്ളായിണ്. അപ്പം ഇന്നിപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ അപ്പം ഓട്ടത്തിലാവുമ്പോൾ കിട്ടൂല. അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി. കാര്യങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയണമാതിരി എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ റീപ്ലൈ തരാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.